30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 5 സ്കിൽസാണ്. ഈ ലൈഫിൻ്റെ ഏത് ഏരിയയിലും നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ലൈഫിൻ്റെ വിജയം എളുപ്പം സാധ്യമാക്കുന്ന 5 ബേസിക് സ്കിൽസിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഒന്നാമത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെൻ്റൽ ടഫ്നെസ്. അതൊരു വേർഡ് കേൾക്കുമ്പോൾ ഒരു ടഫായിട്ട് നമുക്ക് തോന്നും, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്കം തരുന്നൊരു സാധനമാണ് മെൻ്റൽ ടഫ്നെസ്. അതായത് നമ്മൾ സാറിന് പറയാമല്ലോ, ഓപ്റ്റിമിസം. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാകണം. ഏത് കാര്യം ചെയ്താലും തീർച്ചയായിട്ടും ഇത് നടക്കും, ഇതിന് നല്ല റിസൾട്ടായിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ടാകണം. അതുപോലെ പ്രോആക്റ്റീവ്നെസ്, കുറച്ച് നേരത്തെ ആലോചിച്ച് കാര്യങ്ങളുടെ ഔട്ട്കം മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയാണ് പ്രോആക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെസീലിയൻസ്, അതായത് ഒരു ഇഷ്യൂ വന്നാൽ തന്നെ ബ്രിങ് ബാക്ക് ടു ദ നോർമൽ പൊസിഷൻ, തിരിച്ച് നമ്മൾ ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ഇത് മൂന്നും കൂടി വന്നാലാണ് നമ്മൾ മെൻ്റൽ ടഫ്നെസ് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇത് മൂന്നും അത്യാവശ്യമാണ് വിജയത്തിന്, ഈ 3 സ്കിൽസും. ഇതാണ് ഒന്നാമതായി ഞാൻ പറയുന്നത്. സെക്കൻഡ്, പെർസ്പെക്റ്റീവ്. എല്ലാത്തിനും നമ്മുടെ മനസ്സിൽ ഓരോ ഇവൻറ്റിനോടും ഓരോ മനുഷ്യനോടും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനോടും നമുക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും അല്ലേ. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ ധരിച്ചു വയ്ക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള പെർസ്പെക്റ്റീവിൻ്റെ ആധാരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഒരു ഗുഡ് പെർസ്പെക്റ്റീവ് ഉണ്ടാകണം, നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എല്ലാത്തിനും നന്മ കാണുന്ന ഒരു മാനസികമായൊരവസ്ഥ, അല്ലെങ്കിൽ ശരിയാകും എന്നുള്ളൊരു തോന്നൽ, ഇത് നമ്മളിലുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് എന്ത് വന്നാലും നെഗറ്റീവ് സൈഡാണ് വരിക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ എനിക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് ഞാനൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പം എൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ടായിരിക്കും ഞാൻ കാണുക. അത് നമ്മൾ മാറ്റണം. അപ്പോൾ എൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിന് നമ്മൾ മനസ്സിനെ ശീലിപ്പിക്കണം. അതൊരു പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ, മനസ്സിനെ ശീലിപ്പിക്കണം. അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ ആ സ്കിൽ നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ബൈ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അഫർമേഷൻ പറയുക, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഇതെന്തായാലും ശരിയാവും കേട്ടോ, ഇത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കും, ഇതിൽ എനിക്ക് സക്സസ് ആണ് വരുന്നത്. ആ തരത്തിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു സ്കില്ല് നേടിയെടുക്കാവുന്നതാണ്. അടുത്തത് ഫോക്കസാണ്. ഫോക്കസ് ഒരു സ്കില്ലാണ്, അതൊരു മസിലാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മസിലാണ്. ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പ്രയോറിറ്റിയിൽ ഫസ്റ്റ് ഉള്ളത് എന്താണോ അതിൽ ഫോക്കസ് കൊടുക്കുക. അതിന് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ തന്നെ നിങ്ങളുടെ 75% പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബിസിനസ് കോച്ചിങ്ങിലും അല്ലാതെ ലൈഫ് കോച്ചിങ് സെഷൻസിലും ഒക്കെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണോ, എത്രത്തോളം നിങ്ങൾ ആ ഒരു ഗോളുമായിട്ട് അലൈൻഡ് ആണോ, ഫോക്കസ്ഡ് ആണോ, അത്രത്തോളം വിജയത്തിൻ്റെ സാധ്യത കൂടുതലാണ്. ഫോക്കസിൻ്റെ ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഫോക്കസ് ചെയ്താൽ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്, ബിക്കോസ് അത്രയും ഡിസ്ട്രാക്ഷൻ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ ആദ്യം ഒരു 5-10 മിനിറ്റ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ശീലിക്കുക. ദെൻ ആ ടൈം കുറച്ച് കൂട്ടി നമ്മൾ 1 hour 2 hours 3 hours അങ്ങനെ കൊണ്ടുവരണം. വൺ ഫൈൻ മോർണിംഗ് നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ വിചാരിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അതൊരു പ്രാക്ടീസിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്കില്ലാണ് ഫോക്കസ്. നാലാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഗോൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫോക്കസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് അതിനകത്ത് നമുക്കൊരു പോസിറ്റീവ് പെർസെപ്ഷൻസ് ഒക്കെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോആക്റ്റീവ്നെസ്സും മെൻ്റൽ ടഫ്നെസ്സും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രെയിമായിട്ട് വേണ്ടത് ഗോൾ സെറ്റ് ചെയ്യാനാണ്. ഈ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോസിനും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിലിങ്ങിന് പോകുന്നില്ല, പക്ഷേ സ്മാർട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുക. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്, ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നൊരു ഇൻസ്ട്രക്ഷനാണ്. അതുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിലേക്കാണ് പോകുന്നത്. നമ്പർ 1, അത് എന്തുകൊണ്ടാണ് ഈ നമ്പർ 1 ആയിട്ട് ഞാൻ നമ്പർ 1 ഈസ് വിഷ്വലൈസേഷൻ. അതൊരു സ്കില്ലാണ്. ആ ഒരു ടെക്നിക്ക് എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഞാൻ നേരത്തെ ബാക്കി പറഞ്ഞ സ്കില്ലുകളെല്ലാം നമുക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്ത് നിർത്തണമെങ്കിൽ ഈ ഒരു സ്കില്ല് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. ഈ വിഷ്വലൈസേഷൻ എങ്ങനെയാണ്, വിഷ്വലൈസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. എന്നാലും ഒരു വിഷ്വലൈസേഷനെ കുറിച്ച് 2 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. വിഷ്വലൈസേഷൻ്റെ കീസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ക്ലിയർ ആയിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം.
ബി ക്ലിയർ, രണ്ടാമത് ബി ഓഫൺ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ സക്സസ് വിഷ്വലൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ 5 സെൻസും അപ്ലൈ ചെയ്യണം. വിഷ്വലൈസേഷനിൽ മാക്സിമം 5 സെൻസും അപ്ലൈ ചെയ്ത് വിഷ്വലൈസ് ചെയ്യണം. എപ്പോഴും വിഷ്വലൈസേഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ വിഷ്വലൈസേഷൻ പോസിറ്റീവ് ആണോ, ഞാൻ ഈ ഒരു ഗോള് സെറ്റ് ചെയ്തത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ എത്തേണ്ട ഒരു സ്ഥാനത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണോ നമ്മൾ മനസ്സിൽ കാണുന്നതെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ വിഷ്വലൈസേഷൻ്റെ പ്രോസസ്സിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ഡൗട്ട് വരികയോ അല്ലെങ്കിൽ ഫിയർ വരികയോ ചെയ്യണമെങ്കിൽ വിഷ്വലൈസേഷൻ നെഗറ്റീവ് ആവും. നമ്മൾ അറിയില്ല, നമ്മളിതിൻ്റെ പുറകെ അറിയാതെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടിപ്പോവും. സോ ഈ 5 കാര്യങ്ങൾ, ഈ 5 സ്കിൽസ് അതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സക്സസ് ആക്സിലറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ ബേസിക്സ് ആയിട്ടുള്ള 5 സ്കിൽസാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.